ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ, നാടൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വിഷുവൊക്കെ വരുമല്ലേ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണത്. ഓതൻറ്റിക് ആ ടേസ്റ്റിലുള്ള സാമ്പാർ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ ആ മണത്തിൽ നിന്ന് തന്നെ നമുക്ക് സാമ്പാറിൻ്റെ ആ ഗുണം നമുക്ക് മനസ്സിലാവും. നല്ല സാമ്പാറാണെങ്കിൽ അത് ഉണ്ടാക്കുമ്പോഴേ നല്ല ഒരു മണം വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള നല്ല മണമുള്ള നല്ല ഓതൻറ്റിക് ആ വറുത്തരച്ച സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ വറുത്തരച്ച സാമ്പാറാണ് കൂടുതൽ ഉണ്ടാക്കുക. സാമ്പാർ പൊടി ഉപയോഗിച്ചുള്ള സാമ്പാർ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വറുത്തരച്ച സാമ്പാർ പറഞ്ഞാൽ നമ്മളിതിൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. അരയ്ക്കാനുള്ളതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നാളികേരമൊക്കെ കുറച്ചേ ഉപയോഗിക്കാവൂ. അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാതെ കുറേ നാളികേരമിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ മണുമണേനെയാവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കായ ആണ് സാമ്പാറിൻ്റെ ആ നല്ലൊരു ഫ്ലേവറിന് മുരിങ്ങക്കായ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ടേസ്റ്റിയാണ്. എനിക്ക് പൊതുവെ മുരിങ്ങക്കായാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി ആണ് എടുത്തിരിക്കുന്നത്. സവാള കൂടി പോകരുത്, സാമ്പാറിന് ഒരു മധുര ടേസ്റ്റ് വരും. അപ്പോൾ ഒരു പകുതി സവാള, ഒരു ചെറിയൊരു സവാള, പിന്നെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ്, പിന്നെ ഒരു വഴുതനങ്ങ. ഇത് പച്ച വഴുതനങ്ങയാണ്, ഏത് വഴുതനങ്ങ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം മത്തങ്ങ. ഒരു ഇതുപോലത്തെ ഒരു 5-8 കഷ്ണമുണ്ട്, അത്രയേ ഉള്ളൂ. അധികം എടുക്കരുത് മത്തങ്ങ. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 1.5 തക്കാളി, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഞാനിതിൽ ചേർക്കുന്നത്. പിന്നെ നമുക്കിനി ആദ്യം വേവിക്കാൻ വെക്കാം. പച്ചക്കറി വേവിക്കാൻ നല്ല കട്ടിയുള്ള കനമുള്ള ഒരു പാത്രം എടുക്കുക. ഇനി അതിലേക്ക് ഇതിപ്പോൾ നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ അതുപോലെ സാമ്പാറിൻ്റെ കഷ്ണം പറഞ്ഞാൽ അറിയില്ലേ, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം. പിന്നെ വേണ്ടത്, നമുക്ക് വേവാൻ ബുദ്ധിമുട്ടുള്ളത് ആദ്യം വേവിക്കണം. അത് കാരണം പിന്നെ മുരിങ്ങക്കായ, പിന്നെ നമുക്ക് ക്യാരറ്റ്, പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന്. പിന്നെ ഈ സവാള, പിന്നെ ഈ മത്തങ്ങയും ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളത് തക്കാളിയും വഴുതനങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു 2-3 വെണ്ടയ്ക്ക ഇത് കൂടെ ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഒരു സ്പൂൺ ഓയിലിൽ ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അത് കൂടുതൽ നന്നാവും. പച്ചയ്ക്ക് ഇടാം, പക്ഷെ കൂടുതൽ നല്ലത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വെണ്ടയ്ക്ക ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വെണ്ടയ്ക്ക ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 വെണ്ടയ്ക്ക ഇതിൻ്റെ കൂടെ വേവിക്കാവൂ. ആദ്യം ഇടുമ്പോൾ നമ്മൾ ഇടരുത്, വെണ്ടയ്ക്ക വല്ലാതെ വെന്ത് പോവും. അപ്പോൾ നമ്മൾ വേവാൻ ബുദ്ധിമുട്ടുള്ളതാണ് ആദ്യം ഇട്ട് വേവിക്കുന്നത്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു നെല്ലിക്കയുടെ പകുതിയേ ഉള്ളൂ. ഇത് പുളി കൂടിപ്പോയാൽ പിന്നെ നമുക്ക് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം അതിൻ്റെ കറക്റ്റ് അളവിനെ പാടുള്ളൂ. അപ്പോൾ ഒരു നെല്ലിക്കയുടെ പകുതിയോളം പുളി വരും ഇത്. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുക്കുക. അത് ഞാൻ കുതിർത്തി വെച്ചതായിരുന്നു ഇത്. ഇനി പുളി വേഗം കുതിർത്തി കിട്ടാൻ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. ഇനി ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നില്ലേ, പുളി ഒഴിച്ചു കഴിഞ്ഞാൽ കഷ്ണം വേവുമെന്ന്? ഒരു പ്രശ്നവുമില്ല, കഷ്ണമൊക്കെ വെന്തോളും. പിന്നെ പുളി നന്നായിട്ട് വേവണം സാമ്പാറിൽ, എന്നാലാണ് സാമ്പാറിന് ആ നല്ല ടേസ്റ്റ് വരുള്ളൂ. പിന്നെ പുളി നല്ല വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് വയറിനൊക്കെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നല്ല കിടന്ന് വേവണം കഷ്ണത്തിൻ്റെ കൂടെ. അതിനാണ് പുളി ആദ്യം ഒഴിച്ചതിനുള്ള ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് കിട്ടണ്ടേ, അതിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊന്നും അധികം ആവരുത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ അളവ് കറക്റ്റായിട്ടാണ് യൂസ് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള നല്ല മണമുള്ള നല്ല സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്.
പരിപ്പ് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് പരിപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കറിക്ക്. അപ്പോൾ ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് തിളച്ച് തൂവില്ല. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചതാണ്. അധികമൊന്നും പണിയില്ല, 2-3 മിനിറ്റോളം മതി, പെട്ടെന്ന് വെന്ത് കിട്ടും തുവരപ്പരിപ്പ് വേവാൻ. അപ്പോൾ ഞാൻ എത്ര എടുത്തിരിക്കണമെന്ന്, ഇത് 1/2 കപ്പ്, മെഷർമെൻറ്റ് കപ്പ് 1/2 കപ്പാണ്. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ പരിപ്പ് എടുത്തിരിക്കുന്നത്. ഒരു 75-80 ഗ്രാമോളം വരും. ആ ഒരു അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു 1/4 ഭാഗം, മുഴുവനില്ല, ആ ഒരു ഭാഗത്തിനാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതൊക്കെ കറക്റ്റ് അളവില്ലെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ പരിപ്പ് അതുപോലെ തന്നെ നാളികേരമൊക്കെ കൂടിപ്പോയാൽ അങ്ങനെ സാമ്പാർ ഇങ്ങനെ മണുമണാന്നിങ്ങനെ ഇരിക്കും, അത്ര ഒരു ടേസ്റ്റ് വരില്ല. അതിനാണ് ഞാൻ കറക്റ്റ് അളവ് തന്നെ പറയുന്നത്. അപ്പോൾ ഇത്ര ഇത് വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പിന്നെ മല്ലിയൊക്കെ വറുത്തരയ്ക്കാനുള്ളത് വറുത്തെടുക്കാം, മല്ലിമുളകൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അടികട്ടിയുള്ളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ. 1 ടേബിൾ സ്പൂണ് മല്ലി. മല്ലി നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും, കളറൊന്ന് ചേഞ്ച് ചെയ്യും. നന്നായിട്ട് മൂക്കണം മല്ലി. അപ്പോൾ മല്ലി ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ഉണക്കമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അല്ലാതെ എരിവുള്ള മുളകൊക്കെ 2 ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ മറ്റേ അടുപ്പത്ത് നിങ്ങൾക്ക് കാണിക്കാം. മറ്റേ അടുപ്പത്ത് ഞാൻ പിന്നെ കഷ്ണം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കഷ്ണം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കഷ്ണം വെന്ത് വരാറായി തുടങ്ങി. അപ്പോൾ കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അളവ് കൂടരുത് കേട്ടോ, 1/4 ടീസ്പൂണാണ്. ഇനി ഈ ഉലുവ പൊട്ടി വരും, പൊട്ടാൻ തുടങ്ങും ഉലുവ, അതാണ് അതിൻ്റെ പാകം. പിന്നെ ആ ഉലുവ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ഉലുവ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണം വരാൻ തുടങ്ങും. പിന്നെ അതിങ്ങനെ പൊട്ടാനും തുടങ്ങും. അതാ ഉലുവ പൊട്ടി തുടങ്ങി. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് ക്ലിയറായി കാണുന്നില്ല, ഇപ്പോൾ ഇതിൽ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് കായം ചേർക്കാം. കായപ്പൊടി 1/4 ടീസ്പൂണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നാളികേരം ചേർക്കാം. വളരെ കുറച്ച് കേട്ടോ നാളികേരം ചേർക്കുള്ളൂ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ്, 1.5 മുതൽ 2 ആയാലും കുഴപ്പമില്ല, ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളൂ. കുറച്ച് നാളികേരം വറുത്തരച്ച സാമ്പാറിൽ നന്നുള്ളൂ. ഞാൻ മുന്നേയൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്കറിയില്ലായിരുന്നു നാളികേരത്തിൻ്റെ കണക്കൊക്കെ. എൻ്റെ വിചാരം നാളികേരമൊക്കെ കുറേ ഇട്ടാലേ സ്വാദം ഉണ്ടാവുള്ളൂ എന്നായിരുന്നു. പിന്നെ ഉണ്ടാക്കിയിട്ടാണ് മനസ്സിലായത് നാളികേരം പരിപ്പൊക്കെ കുറച്ചിട്ടാലാണ് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, വറുത്തരച്ച സാമ്പാറിന്. ഇനി ഈ നാളികേരം ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. നാളികേരത്തിൻ്റെ കളറ് മാറണ്ട. നമ്മൾ തീയലിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നാളികേരം ഒരുപാട് വറുത്തിട്ട് അങ്ങനെയല്ല ഉണ്ടാക്കുക. ഇതിന് സാമ്പാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം അങ്ങനെ കുറേ വറുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പിന്നെ അത് ഒന്ന് ഡ്രൈ ആയിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, കളറ് മാറരുത്. അപ്പോൾ
നാളികേരത്തിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നല്ല മയത്തിൽ തന്നെ അത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. നമുക്കിനി കഷ്ണം വെന്തോ നോക്കാം. കഷ്ണമൊക്കെ വെന്തിരിക്കണു, കറക്റ്റായിട്ട് പാകത്തിന് വെന്തിരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് മത്തങ്ങ ആദ്യം ഇടുമ്പോൾ ഉടയുന്നുണ്ടെങ്കിൽ മത്തങ്ങ രണ്ടാമത് നമ്മൾ വഴുതനങ്ങയൊക്കെ ഇടുന്ന ആ സമയത്ത് ഇട്ടാൽ മതി. പിന്നെ നമുക്കിനി തക്കാളി, നമ്മളല്ല ഒരു 1.5 തക്കാളി, പിന്നെ 2 പച്ചമുളക്, ഒരു വഴുതനങ്ങ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു 2-3 വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വെണ്ടയ്ക്ക ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ വറുത്തരയ്ക്കുന്ന സമയം കൊണ്ട് ഏതാണ്ടൊക്കെ ആ കഷ്ണമൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അത്രേ സമയമുള്ളൂ. അല്ല പുളിയുടെ കൂടെ ചേർത്ത കാരണം വേവാതിരിക്കുക അങ്ങനെയൊന്നുമില്ല, വേഗം വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർക്കാം. പിന്നെ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം, ഒരു 1/2 ടീസ്പൂണ് ശർക്കര ചേർക്കാം. കുറച്ചേ ചേർക്കാം കേട്ടോ. ഈ ശർക്കര ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. നിങ്ങളിതിൽ നാളികേരം 2 സ്പൂണ് നാളികേരം വരെ ചേർക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണ്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കട്ടിക്കാണ് സാമ്പാർ ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ലൂസായിട്ടാണ് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ നല്ല തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പിനി ചേർക്കണം. ഈ സാമ്പാർ നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്ക് വന്നു. ലേശം നേരം ഒന്ന് തിളച്ചോട്ടെ. അത് ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് മൊത്തം ഇവിടെയൊക്കെ ആ സാമ്പാറിൻ്റെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഈ മണം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ കറക്റ്റ് പാകമായി. അങ്ങനെ ആ മണം വരണം തിളച്ചിട്ട്. അപ്പോഴാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിൻ്റെ അത് വരുള്ളൂ. സാമ്പാർ നല്ല ടേസ്റ്റി ആയി എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ മൊത്തം നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിരിക്കുന്നു. നമുക്കിതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ലേശം കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. മല്ലിയില അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു ചെറിയ 2 തണ്ട് മാത്രം മതി. ഉപ്പൊക്കെ കറക്റ്റാണ്. എല്ലാം ടേസ്റ്റി, നല്ല പാകത്തിലാണ് എല്ലാം. നമുക്കിതിലേക്ക് വറവ് ഇടാം. അപ്പോൾ ഞാൻ ഇത് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിട്ട് വറവ് ഇടാം. അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവട്ടെ. ഞാനൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 4 മണി ഉലുവ, അധികം ആവരുത് കേട്ടോ, ഒരു 3-4 മണി ഉലുവ മതി. ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 മണി. ഇതിലേക്ക് ഉണക്കമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ട് ചേർക്കണം. ഉണക്കമുളക് ചേർക്കുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് പിടിക്കുള്ളൂ.
കറിവേപ്പില ഇടാം. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിക്കാം. സാമ്പാർ തിരിച്ച് അതിലേക്ക് തന്നെ വയ്ക്കുക. സാമ്പാറിലേക്ക് ഒഴിക്കുക. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് വയ്ക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചതിൻ്റെ ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആ ഓതൻറ്റിക് വറുത്തരച്ച സാമ്പാറൊക്കെ റെഡിയായി. ഇതിൽ ഈ പറഞ്ഞ മെഷർമെൻറ്റ് ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.